വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചെറിയതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് കപ്പയും പിന്നെ എണ്ണയും മുളകും ഉള്ളിയൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ദേ ഇത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പീസ് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എണ്ണയും ഇതൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു മുളകൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇതുള്ളപ്പോൾ ശരിക്കും ചിക്കന് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. പിന്നെ ഉള്ളതുകൊണ്ട് വെറുതെ എടുത്തന്നേ ഉള്ളൂ 2 പീസ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നമ്മുടെ പ്ലാൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിറങ്ങി. പുതിയ വീട്ടിലോട്ട് മാറിയതുകൊണ്ട് ഫുൾ ടൈം എൻ്റെ മൈൻഡിൽ പ്ലാൻസ് ഒക്കെ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ അറേഞ്ച് ചെയ്യണം, അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതൊക്കെ പ്ലാൻസിന് കൂടുതൽ വാങ്ങണം, പോട്ട്സ് അങ്ങനെയൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഫുൾ ടൈം മൈൻഡിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഫിലോഡെൻഡ്രോണം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതും ഒരു കെയറും കിട്ടാണ്ട് കുറേ നാളായിട്ട് നിന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നതായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ശ്രദ്ധിക്കാണ്ട് പലതും പല വഴിക്കൊക്കെ പോയി കറക്റ്റായിട്ട്. പക്ഷെ വെള്ളം അമ്മ എല്ലാ പ്ലാന്റ്സിനും കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതിനും കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ അതുകൊണ്ട് മാത്രം ഇങ്ങനെ അതിജീവിച്ച് പോയിട്ടുള്ള പ്ലാന്റ്സാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ഫിലോഡെൻഡ്രോണിൽ ഇങ്ങനെ ഓരോ ബ്രാഞ്ചസും നമുക്കിനി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കണം എന്നൊരു പ്ലാനിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു. ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് എന്താ വെച്ചാൽ സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാണ്ട് സൺലൈറ്റ് പോകുന്ന വഴി കൂടെയൊക്കെ അതിങ്ങനെ വളഞ്ഞ് കഷ്ടപ്പെട്ടൊക്കെ സൺലൈറ്റ് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് പാവം പ്ലാന്റ്സൊക്കെ. തൊട്ടടുത്ത പോട്ടിൽ നിന്ന് വളർന്നിട്ടുള്ള ഈ ഒരു സിങ്കോണിയും കൂടി ഇതിനുള്ളിലേക്ക് പറ്റി പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി ബാലൻസ് ആയിട്ട് ഈ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ പുതിയതായിട്ട് മുളപൊട്ടി വന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ തന്നെ വിട്ടേക്കാണ്. അത് പിന്നീട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തു ലീവ്സൊക്കെ. എന്നിട്ട് ഞാൻ നേരെ കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്കിതിൽ വേരൊക്കെ വന്ന ശേഷം നമുക്കത് മാറ്റി നടാം.